ഭൂരിപക്ഷം കാണുന്നത് നമ്മളെ സണ്ണി യൂസഫായി കിട്ടാൻ തുടങ്ങി. പേരാവൂര് UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നുള്ളത് ഏകദേശം ഒരു 99% സാധ്യത കാണുന്നുണ്ട്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉറപ്പാണ്. പ്രതീക്ഷ സണ്ണി ജോസഫ് ജയിക്കുന്നതാണ്. ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ ഫുൾ ഡേറ്റാ സണ്ണി ജോസഫ് സണ്ണി ജോസഫ് ഇതൊരു ഈ സർക്കാരിനെ കൊണ്ട് നമുക്ക് എന്ത് ഉപകാരം ഉണ്ടായത്? സാധാ ഒരു തൊഴിലാളികളെങ്കിൽ പരിഹരിക്കണ്ടേ? തൊഴിലാളികൾ സർക്കാർ എന്ന് പറഞ്ഞിട്ട് തൊഴിലാളികൾക്ക് തന്നെ ദ്രോഹം ചെയ്യുന്നത് ഇല്ലേ? വണ്ടിൻ്റെ ക്ഷേമനിധി അതെല്ലാം ഒന്ന് കുറച്ച് ശരിയായിരുന്നെങ്കിൽ നമുക്ക് ബ്രേക്ക് എടുക്കണമെങ്കിൽ തന്നെ ക്ഷേമനിധി അടക്കണം. ഇന്ന് ഏജാൻറ്റ് ചാനൽ വന്നിരിക്കുന്നത് വള്ളിത്തോടാണ്. എന്തായാലും ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും പോയിട്ട് ജനങ്ങളുടെ പൊതു അഭിപ്രായം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് വള്ളിത്തോടുള്ള ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് അറിയേണ്ടതുണ്ട്. ഏജാൻറ്റ് ചാനൽ എപ്പോഴും ജനങ്ങളുടെ കൂടിയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങളുടെ അഭിപ്രായം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ്. ആ അഭിപ്രായത്തെ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഏജാൻറ്റ് ചാനൽ ഓരോ പ്രദേശങ്ങളിലും പോയിട്ട് ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയുന്നത്. എന്തായാലും ഇന്ന് വള്ളിത്തോടാണ്. വള്ളിത്തോടിൻ്റെ ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് പെട്ടെന്ന് അറിഞ്ഞിട്ട് വരാം. പേരാവൂർ നിയോജകമണ്ഡലത്തിൽ ആര് വിജയിക്കുന്നതാണ് പ്രതീക്ഷ? സാധ്യത നമ്മളെങ്ങനെ പറയുക? ഭൂരിപക്ഷം കാണുന്നത് നമ്മളെ സണ്ണി യൂസഫായി. അത് മൂപ്പര സ്ഥിരം മണ്ഡലല്ല ഇവിടെ, അതുകൊണ്ടായിരിക്കും. അപ്പം UDF പിടിക്കുന്ന ഒരു പ്രതീക്ഷ. അതിശക്തമായ മത്സരമാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം. സാധ്യത ആയിരിക്കും ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫിനാണ് സാധ്യത കാണുന്നത്. വളരെയേറെ സാധ്യത കാണുന്നുണ്ട്. കാരണം കാർഷിക മേഖലയിലെ തകർച്ച, അതുപോലെ തന്നെ ഭരണവിരുദ്ധമായിട്ടൊന്നും കാര്യമായിട്ട് ഇല്ലെങ്കിൽ തന്നെയും കാർഷിക മേഖലയിലെ തകർച്ച വലിയൊരു വിഷയമാണ്. കാരണം ജനങ്ങളൊക്കെ ആകെ അസംതൃപ്തരാണ്. ഒന്നിനും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. UDF ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്നുള്ള പേരാവൂര് സിറ്റിംഗ് MLA UDF സ്ഥാനാർത്ഥി സണ്ണി ജോസഫ് കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷം ഉള്ളെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. ഒരു 10,000 വോട്ടിന് മേലെ ജയിക്കും എന്നുള്ളതാണ് മൊത്തത്തിലൊരു പ്രവണത കാണുന്നത്. ജനങ്ങളുടെ സംസാരത്തിന് വികസനം നല്ല രീതിയിൽ വികസനമെല്ലാം നടക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ് വികസനം നടക്കുന്നത്, യാതൊരു സംശയമില്ല. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം, ജനങ്ങളുടെ പ്രശ്നം. അപ്പോൾ ഒരു ഭരണമാറ്റം എന്നുള്ളത് ജനങ്ങൾക്ക് ഒരു താല്പര്യം കാണുന്നുണ്ട്. അതിൽ നിന്നാണ് ഒരു മൊത്തത്തിലൊരു പേരാവൂർ മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിലൊരു ട്രെൻഡ് ഭരണമാറ്റം എന്നുള്ളതാണ്. മൊത്തത്തിലൊരു ഭരണമാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം റബ്ബറിൻ്റെ വിലയിടിവ് ഇപ്പോഴാണ് അല്പമെങ്കിലും റബ്ബറിന് വില കിട്ടാൻ തുടങ്ങിയത്. പേരാവൂര് UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നുള്ളത് ഏകദേശം ഒരു 99% സാധ്യത കാണുന്നുണ്ട്. പേരാവൂർ നിയോജകമണ്ഡലത്തിൽ UDFനാണ് മേൽക്കൈ. ഒന്നും പറയാൻ പറ്റില്ല. ടൈറ്റ് മത്സരമായിരിക്കും അല്ലേ? ടൈറ്റാണ് കാണുന്നത്. നിലവിലിപ്പോൾ ആര് വിജയിക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല നമുക്ക്. എന്തായാലും ഒരു അഭിപ്രായം സാധ്യത അനുസരിച്ചിട്ട് സണ്ണി ജോസഫ് തന്നെ ആയിരിക്കും. സാധ്യത. പിന്നെ അത് പിന്നീട് പറയാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയുള്ളൊരു മത്സരമാണ്. പ്രതീക്ഷ എന്ന് പറയാൻ അത് മിക്കവാറും പറയാൻ കഴിയില്ല. അങ്ങനെയുള്ളൂ. രണ്ടും കട്ടക്കട്ടക്കാണ് ഇവിടെ. ചേട്ടാ, പേരാവൂർ നിയോജകമണ്ഡലത്തിൽ ഇപ്രാവശ്യം ആര് വിജയിക്കുന്നു വിചാരിക്കുന്നത്? ആരും വിജയിക്കുന്നു ഒരു വിചാരമില്ല. ഒരു പ്രതീക്ഷ നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല. രണ്ടാളും തുല്യശക്തിയാണല്ലേ ചേട്ടാ? പ്രവചനമൊന്നും നടക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയും പോവാം. ടൈറ്റ് മത്സരമാണ് ഇവിടെ നടക്കുന്ന പേരാവൂര്. കഴിഞ്ഞ വർഷം ജയിച്ചിരുന്നോർത്ത് ഈ വർഷം ജയിക്കണമെന്നില്ലല്ലോ. അത് പറയാൻ പറ്റില്ല. ടീച്ചർ ജയിക്കും. ചേട്ടാ, നിലവിൽ പേരാവൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ആര് വിജയിക്കുന്നു വിചാരിക്കുന്നത്? ഇപ്പോൾ പേരാവൂർ മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിനെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് പേരാവൂർ നിയോജക മണ്ഡലം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ BCC പ്രസിഡൻ്റാണ്, ഒരാൾ മുന്നേ ആരോഗ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ജനപിന്തുണ എന്ന് പറഞ്ഞാൽ ഒരാൾ മട്ടന്നൂർ അൺബീറ്റഡായിട്ട് ജയിച്ച ഒരാളാണ് ടീച്ചർ. അതുപോലെ തന്നെ ഇപ്പം 2 വർഷമായി തുടർച്ചയായി ഭരണം കിട്ടുന്ന ഒരാളാണ് സണ്ണി ജോസഫ് MLA. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടെ ആര് ജയിക്കുമെന്ന് പറയാനും ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും ടൈറ്റ് ഒരു മത്സരമാണ് പേരാവൂർ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും, കാത്തിരുന്നേ പറ്റുള്ളൂ. ആര് വിജയിക്കും ചേട്ടാ? അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉറപ്പാണ്. ഇല്ലില്ല. ഈ മണ്ഡലത്തിൽ അത്യാവശ്യം വികസനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ? പിന്നെ ഇതേ കൊണ്ട് പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാവും. നമ്മളിപ്പോൾ ശൈലജ ടീച്ചർ വിജയിക്കുന്നു അല്ലേ? ഉറപ്പാണോ? ഉറപ്പ് തന്നെയാണ്. അതിന് മാറ്റമൊന്നുമില്ല. സണ്ണി ജോസഫ് ഇപ്പോൾ മറ്റേ പ്രസിഡൻ്റാകാൻ മറ്റു കാര്യമില്ലല്ലോ, കാര്യമൊന്നുമില്ല. ടീച്ചർ ജയിക്കും. പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ആര് വിജയിക്കുന്നു വിചാരിക്കുന്നത്? നമുക്കറിയില്ല അതിനെപ്പറ്റി. ടൈറ്റ് ആയിരിക്കും. ഇല്ല. ഇപ്രാവശ്യം ആര് വിജയിക്കുന്ന ഒരു പ്രതീക്ഷ?
പ്രതീക്ഷ സണ്ണി ജോസഫ് ജയിക്കുന്നതാണ്. ടൈറ്റ് മത്സരമായിരിക്കുമല്ലോ ഈ പ്രശ്നം. മത്സരം നല്ല ടൈറ്റായ മത്സരമാണ്. പക്ഷേ ഏതായാലും ജയിക്കാനുള്ള സാധ്യത പ്രതീക്ഷ ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? ഒന്നും പറയാൻ ഫുൾ ടൈറ്റാ. ടൈറ്റ് മത്സരം. സണ്ണി ജോസഫ് നല്ലതാ. നിലവിലെ ഓർ തന്നെയാണ് ഇപ്പോൾ നിലവിൽ MLA ആയിട്ടും ഇനിയും MLA ആയിട്ട് സണ്ണി ജോസഫ് വരുന്നതാണ്. ഇപ്രാവശ്യം ആര് വിജയിക്കുന്ന ഒരു പ്രതീക്ഷ? നമുക്കൊന്നും പറയാൻ ഒരു അഭിപ്രായം പേരാവൂർ മണ്ഡലത്തിൽ മോൻ്റെ വോട്ടൊന്നും ആയില്ല, എന്നാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. LDF വരുന്നതാണ് ഒരു പ്രതീക്ഷ അല്ലേ? എന്നാ കാരണം എന്തായാലും? കാരണമൊന്നുമില്ല, അവർ നല്ല ഭരണമാണ്. അവർ പെൻഷൻ പൈസ കൊടുക്കുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. എന്തായാലും LDF ഉണ്ടാവും. സണ്ണി ജോസഫ് സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. സീറ്റാണ് പേരാവൂർ ആ UDF-ന്റെ. പിന്നെ വെച്ചാൽ നമ്മളെ വണ്ടിൻ്റെ ക്ഷേമനിധി എല്ലാം കൂട്ടി നമ്മൾ ഈ പോത്ത് വെയിൽ കൊള്ളുന്ന ഇങ്ങനെ വെയിൽ കൊണ്ട് അടക്കുന്നത് അവരൊരു ക്ഷേമനിധിക്ക് പോലും ഒന്നും കുറക്കുന്നില്ല. നമ്മളിപ്പോൾ ഓണറിൻ്റെ അടക്കണം, മുതലാളീൻ്റെ അടക്കണം. എന്താ ചെയ്യുക? ഈ നിങ്ങൾ കാണുന്നില്ല നമ്മൾ ഈ വെയിലും കൊണ്ടിട്ട് ഇരിക്കുന്നത്. ഇതൊരു ഈ സർക്കാരിനെ കൊണ്ട് നമുക്ക് എന്ത് ഉപകാരം ഉണ്ടായത്? സാധാ ഒരു തൊഴിലാളികളെങ്കിലും പരിഹരിക്കണ്ടേ? തൊഴിലാളികൾ സർക്കാർ എന്ന് പറഞ്ഞിട്ട് തൊഴിലാളികൾക്ക് തന്നെ ദ്രോഹം ചെയ്യുന്നത് ഇല്ലേ? വണ്ടിൻ്റെ ക്ഷേമനിധി അതെല്ലാം ഒന്ന് കുറച്ച് ശരിയായിരുന്നെങ്കിൽ നമുക്ക് ബ്രേക്ക് എടുക്കണമെങ്കിൽ തന്നെ ക്ഷേമനിധി അടക്കണം. വരണം. അതാ അല്ല ജനങ്ങളെ പതിക്കാല ആഗ്രഹം അങ്ങനെ തന്നെയാണ് ഉണ്ടെങ്കിൽ പിടിക്കും. സാധ്യത ശൈലജ ടീച്ചർ ആയിരിക്കും. അല്ല എന്തായാലും ഇവിടെ ടൈറ്റ് മത്സരം നടക്കും. ടൈറ്റ് മത്സരം സാധ്യതയുണ്ട്. അതെ സണ്ണി ജോസഫ് ഓക്കെ 100%. കാരണം വികസനം ഇപ്പോഴത്തെ കെടുകാര്യസ്ഥിതി രണ്ടും കട്ടക്ക് കട്ടയുള്ളത് രണ്ട് സ്ഥാനാർത്ഥികളും. വിജയ ശതമാനം ഒരു 10% സണ്ണി ജോസഫിനെന്നാണ് പറയപ്പെടുന്നത് മൊത്തത്തിൽ. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളിലുണ്ട്. ഒന്നും പറയാൻ പറ്റില്ല. ടൈറ്റ് മത്സരം അല്ലേ? ഒരു പ്രതീക്ഷയില്ല ആര് ജയിക്കുന്നു. പേരാവൂർ മണ്ഡലത്തിൽ ആര് വിജയിക്കുന്നു ചോദിച്ചാൽ രണ്ടാളും നല്ല സ്ഥാനാർത്ഥികളാണ്. രണ്ട് ഇപ്പം തുല്യ രീതിയിലാണ് നിൽക്കുന്നത്. പ്രതീക്ഷ ഇപ്പം സിറ്റിംഗ് സീറ്റാണ്. ഇപ്പം രണ്ടും ഈക്വലായതുകൊണ്ട് ആരാന്നുള്ള ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും മെയ് 4 നമുക്ക് കാണാം. അത്രേ ഉള്ളൂ. ആര് വിജയിക്കുന്നു വിചാരിക്കുന്നത് ഈ മണ്ഡലത്തിൽ? എനിക്കൊന്നും അറിയത്തില്ല. ഒരു പ്രതീക്ഷ, അമ്മേൻ്റെ ഒരു പ്രതീക്ഷ സണ്ണി ജോസഫ്. ടീച്ചർ തന്നെ പേരാവൂരിൽ വിജയിച്ചു വരുമെന്നാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങൾ പറയുന്നത്. സാധ്യത എന്തായാലും ടീച്ചർ തന്നെ ജയിക്കും. അതെ. ടീച്ചർ അല്ലാണ്ട് വേറെ ടീച്ചർ തന്നെ. ടീച്ചർ ഓക്കെ ആക്കിയില്ലേ? പിന്നെ അല്ലാതെ അതൊന്നും നോക്കണ്ട. ഇപ്രാവശ്യം എല്ലാം കൂടി മാറും, ഒരു മാറ്റം ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജനങ്ങളുടെ അഭിപ്രായം തന്നെയാണ്. ആ അഭിപ്രായം തേടി ഇനിയും ഏജാൻറ്റ് ചാനൽ ഓടിക്കൊണ്ടേയിരിക്കുന്നതിൽ ഒരു സംശയമില്ല. എന്തായാലും നമുക്കറിയാം ഈ പ്രാവശ്യം വാശിയേറിയതും കടുപ്പമായതും നല്ല രീതിയിലുള്ള മത്സരം തന്നെ ഇപ്രാവശ്യം ഈ പേരാവൂർ മണ്ഡലത്തിൽ നടക്കും എന്നതിൽ ഒരു സംശയമില്ല. കേരളം ഒന്നാകെ ഒറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ പേരാവൂർ. ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഒട്ടും പിന്നോട്ടല്ലാതെ ജനങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളും. ആ രണ്ട് സ്ഥാനാർത്ഥികൾക്കും ജനപിന്തുണ ഒരുപോലെയുണ്ട് എന്നതും നമുക്ക് ഈ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജാനെറ്റ്.